ഇതിനിടെയാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ ഇപ്പോൾ ഡിഐജിയുടെ റിപ്പോർട്ട് കൂടി പ്രാഥമിക റിപ്പോർട്ട് കൂടി വന്നിരിക്കുന്നത്. ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. ഫെൻസിംഗിലടക്കം കറന്റ് കണക്ഷൻ ഉണ്ടായിരുന്നില്ല, അങ്ങനെ നിരവധി വീഴ്ചകൾ അതിലുണ്ടായി എന്നുകൂടി ഡിഐജിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി സുനിൽ ഐസക്കാണ് ചേരുന്നത്. സുനിൽ, എന്തൊക്കെയാണ് ഡിഐജിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന വീഴ്ചകൾ? ജയിലുകളിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രി അടിയന്തര യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ ജയിലുകളിലെയും സൂപ്രണ്ടുമാരും ജയിൽ മേധാവിമാരും അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നത്. അത് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അടിയന്തരമായി മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ജയിൽ വകുപ്പിനെയും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഒരു അടിയന്തര യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത്. ആ യോഗത്തിന് മുൻകൂടിയായി ജയിൽ മേധാവിയോട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ജയിൽ ഡിഐജിയോട് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ജയിൽ മേധാവി നിർദ്ദേശം നൽകിയത്. ആ റിപ്പോർട്ടിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വലിയ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായി, ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്ന സാഹചര്യം ഉണ്ടായത് ഈ സുരക്ഷാ വീഴ്ചകളുടെ ഭാഗമായിട്ടാണ് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് ശേഷം അവിടെ ജയിലിൽ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പരിശോധനകൾ നടന്നിരുന്നില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ D-B ബ്ലോക്കുകൾ വലിയ കൊടും ക്രിമിനലുകൾ പാർപ്പിക്കുന്ന ഇടമാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ മുഴുവൻ സമയത്തും പാറാവ് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അവിടെ പാറാവ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഓരോ മണിക്കൂറുകൾ ഇടവിട്ട് ഈ സെല്ലുകളിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അത്തരമൊരു പരിശോധന ഇന്നലെ മിനിങ്ങാന്ന് അർദ്ധരാത്രിക്ക് ശേഷം ഉണ്ടായിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ രാത്രി സെല്ലിലെ ലൈറ്റുകൾ ഓഫാക്കരുതെന്ന് കർശനമായ നിയമമുണ്ട്. പക്ഷേ ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്ന സെല്ലിൽ ആ സമയത്ത് ലൈറ്റുകൾ ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സെല്ലിലെ കമ്പി മുറിച്ച ആയുധം അത് ഒരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാണ്, അരം ഉപയോഗിച്ചാണ് ഈ കമ്പി മുറിക്കുന്നത്. ആ അരം ഉപയോഗിച്ച് കമ്പി മുറിച്ചത് 28 ദിവസം നീണ്ട ശ്രമത്തിനൊടുവിലാണെന്ന് ഗോവിന്ദച്ചാമി മൊഴി നൽകിയിരുന്നു. എന്നാൽ ജയിൽ സെല്ലിനുള്ളിൽ കൃത്യമായി പരിശോധന നടത്താതിരുന്നുകൊണ്ടാണ് ഇത്തരത്തിൽ അരം ഉപയോഗിച്ച് ഇത് കമ്പികൾ മുറിച്ചു തുടങ്ങിയത് കണ്ടെത്താൻ കഴിയാതെ വന്നതും ഒപ്പം ഇത് മുറിക്കാൻ ഉപയോഗിച്ച അരമടക്കമുള്ളവ കണ്ടെത്താൻ കഴിയാതെ വന്നതെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു. അതായത് കൃത്യമായ പരിശോധനകൾ ജയിലിലെ സെല്ലുകൾക്കുള്ളിൽ നടക്കുന്നില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം 6 മാസത്തിലധികമായി ഈ വലിയ മതിലിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ല, അതുവഴി വൈദ്യുതി പ്രവഹിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് മേലധികാരികൾക്ക് നൽകിയിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗോവിന്ദച്ചാമിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ജയിലിനകത്തോ പുറത്തോ ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പാറാവുകാർക്കെതിരെ മാത്രമാണ് നടപടിയെടുത്തിരിക്കുന്നത്. അവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടിക്കുള്ള ശുപാർശയും ഈ റിപ്പോർട്ടിലുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾക്കെതിരെ കടുത്ത നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കാനാണ് സാധ്യത. ഒരുപക്ഷേ മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷമോ അതിനു മുമ്പോ തന്നെ ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾക്ക് സ്ഥലമാറ്റം അടക്കമുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഈ ഭാഗത്തിന്റെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾക്കെതിരെയും നടപടി ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. ദിവ്യ, എന്തായാലും കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടായിട്ടുള്ള സംഭവിച്ചിട്ടുള്ള ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നതാണ് ഡിഐജിയുടെ പ്രാഥമിക റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൽ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്കും ശുപാർശയുണ്ട്. ഒരുപക്ഷെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക. സുനിൽ ഐസക്കാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.